Hi friends, welcome to my channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടായി ചിക്കൻ ആണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കടായി മസാല ഉണ്ടാക്കാനായിട്ട് മല്ലി, ചെറിയ ജീരകം, വലിയ ജീരകം, ചുവന്ന മുളകും കുരുമുളകും വേണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കറാമ്പൂ, പട്ട, ഏലക്ക, കുരുമുളക്, വെളിയുള്ളി 2 എണ്ണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ടൊമാറ്റോ 3 എണ്ണം പേസ്റ്റ് ആക്കിയത്, turmeric powder, chili powder, coriander powder, kasuri methi, butter, vinegar. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനു വേണ്ടി ചിക്കനിലേക്ക് കുറച്ച് ഉപ്പും 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് ഒരു അരമണിക്കൂർ നമ്മൾ മാറ്റി വെക്കണം. ഇനി നമുക്ക് കടായി മസാല ഉണ്ടാക്കണം. അതിനു വേണ്ടി മല്ലിയും, ചെറിയ ജീരകവും, വലിയ ജീരകവും, ചുവന്ന മുളകും കുരുമുളകും ഒന്ന് ചൂടാക്കി എടുക്കുക ഒരു പാനിൽ. അത് ചൂടായി കഴിഞ്ഞതിന് ശേഷം അത് നമുക്ക് പൊടിച്ചെടുക്കണം മിക്സിയിൽ. അപ്പോൾ നമ്മുടെ കടായി മസാല റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടി ഒരു പാൻ എടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് എണ്ണയിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, കുരുമുളകും ചുവന്ന മുളകും കൂടി ഇട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വെളിയുള്ളി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. വെളിയുള്ളി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യണം. ഞാൻ തക്കാളി പേസ്റ്റ് ആക്കിയിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതൊന്ന് കുക്കായതിന് ശേഷം നമുക്ക് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും, മുളക് പൊടിയും, മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. മസാല നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി കുറച്ച് സമയം പാത്രം അടച്ച് വെച്ചിട്ട് നമുക്ക് ചിക്കൻ വേവിക്കാം. ചിക്കൻ നന്നായി വെന്ത ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച കടായി മസാല ചേർത്തിട്ടൊന്ന് ഇളക്കാം. അതിലേക്ക് തന്നെ നമ്മൾ വലിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ച കാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. കാപ്സിക്കം ഒന്ന് കുക്കായി കഴിഞ്ഞാൽ അതിലേക്ക് കസൂരി മേത്തി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കസൂരി മേത്തി കൈകൊണ്ട് പൊടിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് നമുക്ക് ബട്ടറാണ് ചേർക്കാനുള്ളത്. ബട്ടറിൻ്റെ ഒരു ചെറിയ ക്യൂബ് കട്ട് ചെയ്തിട്ട് കറീൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽറ്റായി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ കടായി ചിക്കൻ റെഡിയായി. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനെക്കാട്ടി ഒരു വെറൈറ്റി ആയിട്ടുള്ള കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.